തമിഴ്നാട്ടിലെ നടൻ വിജയിയുടെ സത്യപ്രതിജ്ഞ കണ്ടാൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആക്ഷൻ പടം കണ്ട ഫീലുണ്ട്. എന്തൊരാരവമാണ്! ഒരു മനുഷ്യൻ സിനിമാ മേഖലയിലെ എക്സ്ട്രീം ആയതിനു ശേഷം അതിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിലും കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു സിനിമാ ഫീൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. ഇപ്പോ തമിഴ്നാട്ടിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സത്യപ്രതിജ്ഞയ്ക്ക് കേരളത്തിന്റെ ഗവർണർ കൂടിയായിട്ടുള്ള രാജേന്ദ്ര ആർലേക്കർ നേതൃത്വം കൊടുത്തപ്പോൾ ആ സത്യപ്രതിജ്ഞയുടെ പതിവുകൾ ലംഘിച്ചുകൊണ്ട് ആദ്യം ഇടിമുഴക്ക വാചകങ്ങൾ, പിന്നാലെ ഗവർണർ ഓർമ്മിപ്പിച്ചപ്പോൾ സത്യവാചകം ചൊല്ലിയ ഒരു സിനിമാ ഫീൽ. ചീഫ് മിനിസ്റ്റർ திரு சி. ஜோசப் விஜய் அவர்கள் சி. ஜோசப் விஜய் எனும் நான் சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் ஒப்பில்லாத முழு முதல் ஆட்சியையும் உரிமையையும் நிலை நிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் அரசியல் அமைப்பிற்கும் சட்டத்திற்கும் இணங்க அச்சமும் ஒருதலை சார்பும் இன்றி விருப்பு வெறுப்பை விலக்கி பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். சி. ஜோசப் விஜய் எனும் நான் தமிழ்நாட்டு அரசின் முதலமைச்சர் என்ற முறையில் எனது கவனத்திற்குள்ளாவதும் தெரிய வருவதுமான எந்த பொருளையும் முதலமைச்சரின் கடமைகளை உரியவாறு நிறைவேற்ற தேவையான அளவுக்கன்றி ஒருவரிடமோ பலரிடமோ நேர்முகமாகவோ மறைமுகமாகவோ அறிவிக்கவோ வெளிப்படுத்தவோ மாட்டேன் என்று ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன்.
அமைச்சர்களுக்கு பதவியேற்பு உறுதிமொழியும் ரகசிய காப்பு உறுதிமொழியும் செய்து வைக்குமாறு மாண்புமிகு ஆளுநர் அவர்களை கேட்டுக்கொள்கிறேன். I request the Honorable Governor to administer the oath of office and secrecy to the Honorable Ministers. നേരത്തെ പൊതുവേദികളിൽ പ്രത്യേകിച്ച് സിനിമകളുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അവാർഡ് നൈറ്റുകളിലെല്ലാം വിജയ് വാചകങ്ങൾ കൊണ്ട് സ്വന്തം ആരാധകരെ ത്രസിപ്പിച്ചിരുന്ന ആവേശഭരിതമാക്കിയിരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതേ മാതൃകയിൽ അതിലൊരംശം പോലും ചോരാതെ രാഷ്ട്രീയത്തിലെ അധികായകന്മാരായി വാണ DMK-യെ മറിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണോ തമിഴ് സിനിമാ മേഖലയിലെ മുടിചൂടാ മന്നനായി നിലകൊണ്ടത്, അതേ ഹീറോയിസത്തിൽ തന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലേക്കുള്ള സോഫ്റ്റ് ലാൻഡിങ്ങിന് കഴിഞ്ഞു എന്നുള്ളത് ആ ആത്മവിശ്വാസമുള്ള വാക്കുകൾ തെളിയിക്കുന്നുണ്ട്. എന്തായാലും പതിവ് രാഷ്ട്രീയങ്ങൾക്ക് വിപരീതമായി തമിഴ്നാട്ടിൽ പല മാറ്റങ്ങളും പല പുതുമയുള്ള നിലപാടുകളും സംഭവിക്കാൻ പോകുന്നു എന്ന് വിജയുടെ ആത്മവിശ്വാസത്തോടെയുള്ള വാക്കുകൾ സൂചിപ്പിക്കുന്നു. ജാതി മതങ്ങൾക്ക് അതീതമായി ജോസഫ് വിജയ് എന്ന നടൻ താരപദവിയിൽ തന്നെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഏറുമ്പോൾ അവിടെ തടിച്ചുകൂടിയ ജനങ്ങളും അവർക്ക് ആ വാക്കുകൾ നൽകിയ ആവേശവും ഊർജവും അത് പതിവ് കാഴ്ചകൾക്ക് വിപരീതമെന്ന് അടിവരയിട്ട് തന്നെ പറയാം.